ഡിജിറ്റൽ തട്ടിപ്പെന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് വന്ന് അതിന് നടപടി എടുക്കണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട്. വലിയൊരു ഭീഷണിയായി വന്നിരിക്കുന്നു. ആളുകൾ ഇപ്പോൾ ഇത്രയൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഡിജിറ്റൽ തട്ടിപ്പിന് വിധേയമായി ലക്ഷക്കണക്കിനും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച വരുമാനം മുഴുവനും അതിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള മിസ്ഇൻഫർമേഷൻ ആയാലും ഡിസ്ഇൻഫർമേഷൻ ആയാലും എല്ലാം തന്നെ കുറ്റകൃത്യങ്ങളാണ്, നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കേരള ഗവൺമെൻറ് തന്നെ മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും ഒരു ക്യാമ്പയിനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന INPRDയെ കൊണ്ട്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊരു പുറപ്പാട് നടത്തിയിരിക്കുന്നു. ശ്രദ്ധയിൽപ്പെട്ടോ അത്? ശരിക്കും പറഞ്ഞാൽ ഈ INPRD ഓരോ ജില്ലയിലും ഓരോ യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്നത്. അതിന് പ്രിസം പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. പ്രിസം പ്രോജക്റ്റിൽ കുറേ അധികം ജേർണലിസ്റ്റ് ഒക്കെ പാസ്സായിട്ടുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകുന്നത്. ഇപ്പം ഇവരാണ് സാധാരണഗതിയിൽ ഈ PRDക്ക് വേണ്ടി വാർത്തകൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അങ്ങനെയല്ല, വാർത്തകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ഈ പ്രിസം ടീമിനുള്ളത്. ഈ പ്രിസം ടീം തയ്യാറാക്കിയാണ് വാർത്തകൾ നൽകുന്നത്. അതായത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് വാർത്തകൾ തയ്യാറാക്കി നൽകുന്നത്, ഈ സർക്കാരിന്റെ പരിപാടികൾ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ഈ പ്രിസമാണ്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കൊക്കെ ആരും മറുപടി പറയും? ഈ മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഇപ്പോൾ ഓരോ ജില്ലയിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവിലാണ്. ഇന്ന് വരെ ഒരു സർക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് സാധാരണഗതിയിൽ ഇപ്പം നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഓരോ ക്യാപ്സ്യൂൾ ഇറക്കാന്ന് പറയും. അതായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.